എങ്ങനെയുണ്ട് പടം? എന്താണ് ഇഷ്ടപ്പെടുന്നതാണ് ചേട്ടാ? ലാലേട്ടൻ എങ്ങനെയുണ്ട്? എല്ലാവരും അവനൊരു ഗൂസ്ബംസ് കിട്ടിയില്ല. എങ്ങനെയുണ്ട് പടം? ആ എന്താണ് ഇഷ്ടപ്പെട്ടതാണ്? എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? എങ്ങനെ ബ്രോ എന്താണ് ഇഷ്ടപ്പെട്ടത്? ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഇത് പഠിച്ചിട്ടാണ് ഇറക്കിയേക്കണം, വർക്ക് ചെയ്തിട്ടാണ് ഇറക്കിയേക്കണം. നല്ല രാഷ്ട്രീയ വീക്ഷണമുണ്ട്, നല്ല നല്ല ധൈര്യമായിട്ട് ഇറക്കിയിട്ടുണ്ട്. എല്ലാ കാര്യവും ഒത്തിരി പറഞ്ഞ് ഇഷ്ടപ്പെട്ടു. ലൂസിഫറിന് അത്ര എത്തൂല, എന്നാലും ഹൈപ്പ് കാരണം ഒട്ടും ബോറടിക്കുന്നില്ല. അടിപൊളി പടം, ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ലാലേട്ടൻ്റെ ഒക്കെ സൂപ്പറായിട്ടുണ്ട്. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്, കണ്ടില്ലെങ്കിൽ നഷ്ടം. നല്ല മൂവിയായിരുന്നു. പടം എല്ലാവരുടെ അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? ലാലേട്ടൻ എങ്ങനെയുണ്ട് പടം? പടം എങ്ങനെയുണ്ട്? വളരെ അടിപൊളി പടമായിരുന്നു. നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് കിട്ടിയ ഒരു ബെസ്റ്റ് പടം തന്നെയായിരുന്നു. ഡിഗ്രേഡ് ചെയ്യാൻ മാത്രം അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും കാണാൻ പറ്റും. നല്ല കിടിലൻ പടമാണ്. ഒരു തിയേറ്റർ വാച്ച് ഇതിനുണ്ട്, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്തത്. ഇപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ അത് വന്നിരുന്ന് കാണണം. ലാലേട്ടൻ എങ്ങനെയുണ്ട്? കണ്ടിരിക്കാമല്ല, ആവറേജ് ആവറേജ് പടമാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ബാഗായിട്ട് തോന്നും, പക്ഷെ അപ്പോൾ കഥ ബിൽഡപ്പ് ചെയ്യാനാണ്. എൻഡിങ്ങൊക്കെ ഒന്നുമില്ല, ഭയ മോശം പടം. ഇതിനകത്തൊന്നും ഇല്ല. എൻ്റെ അകത്ത് ലാലേട്ടനെ മാസമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സിനിമ, അത് പുള്ളി ഇത്രയും കാലം ഒന്നും ഇല്ലാതെ നിന്നിട്ട് ഇപ്പോൾ വന്നതുകൊണ്ട് അത് വലിയൊരു ലൂസിഫറിന് ശേഷം ഒരു ഹൈപ്പുള്ള പടം ആയതുകൊണ്ട് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാം, മാസമായിട്ട് പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിഷ്വലി കൊള്ളാം, അതല്ലാതെ കഥയൊന്നും ഇല്ല. അതിൻ്റെ അകത്ത് BGM ഒക്കെ ചെയ്ത് ലൂസിഫറൊക്കെ എടുത്തിട്ട് വന്നു വീണ്ടും വീണ്ടും കാണണം. 10 പ്രാവശ്യം കാണാൻ ഇനിയും ഉണ്ട് അതിനകത്ത്. ഒന്നുമില്ല, ഒന്നിനും കൊള്ളില്ല. ഇത്ര വലിയ പടത്തിൻ്റെ ആവശ്യമില്ല ബ്രോ. കട്ട് ഇറ്റ് ഡൗൺ ടു 2.5 മണിക്കൂർ 2 മണിക്കൂർ അത്ര കുറേ ഓവർ സീൻസ് മനസ്സിലായി. ഗുഡ് പ്രൊഡക്ഷൻ ക്വാളിറ്റി അടിപൊളി. ഓക്കെ, സോ അല്ല പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓക്കെ, എങ്ങനെയുണ്ട് പടം? ഒരു ബോളിവുഡ് മൂവി, ഒരു മലയാളം മൂവിയേക്കാളും നല്ലൊരു വേറെ ഒരു നോർത്ത് ഇന്ത്യൻ മൂവി കണ്ട ഫീൽ ഉണ്ടായിരുന്നു. നല്ല മാസ് പടം. ആംബിയൻസ് തിയേറ്ററിൽ തന്നെ കാണണം, മസ്റ്റ് ആണ്. ഓക്കെ, ധാരാളം നെഗറ്റീവൊക്കെ വരുന്നത്. നെഗറ്റീവ് കണ്ടിട്ടാണോ? എനിക്കങ്ങനെ നെഗറ്റീവ് സ്റ്റോറി ലൈനിൻ്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും മേ ബി നെഗറ്റീവ് വരുന്നത്. പക്ഷേ മേക്കിംഗ് അടിപൊളിയാണ്. ഇത് തിയേറ്ററിൽ ഒന്ന് കാണണം. സ്റ്റോറി ഒരു ചെറിയ ഇതുണ്ടെങ്കിലേ ഉള്ളൂ, പക്ഷേ അടിപൊളിയാണ്, സംഭവം അടിപൊളിയാണ്. നല്ല മൂവിയായിരുന്നു. ആക്ച്വലി മേക്കിങ്ങിനെ പറ്റി നമുക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ടായിരുന്നു. മലയാള ഇൻഡസ്ട്രി ഇത്രയും നല്ലൊരു മൂവി ചെയ്തത് തന്നെയാണ് വലിയൊരു കാര്യമാണ്. എങ്ങനെയുണ്ട് ലാലേട്ടനൊക്കെ? എങ്ങനെയുണ്ട്? ലാലേട്ടനെക്കാട്ടി പൃഥ്വിരാജ് ഒരു രക്ഷയില്ല, അടിപൊളി. ഫാനായി, ബിഗ് ഫാനായി. എങ്ങനെയുണ്ട് പടം? ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? പൃഥ്വിരാജൊക്കെ എങ്ങനെയുണ്ട്? ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? ചേട്ടാ ധാരാളം നെഗറ്റീവ് പറഞ്ഞുണ്ടോ ചേട്ടാ? അപ്പം ചേട്ടൻ കണ്ടപ്പോൾ എന്ത് തോന്നി? ആ, റിവ്യൂ വേണ്ടിയിട്ടാണോ വന്നത്? ഓക്കെ, ചേട്ടാ റിവ്യൂ വേണ്ടിയിട്ടാണോ വന്നത്? അല്ല, ഓക്കെ. ഹൈപ്പിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ? ഓക്കെ, എങ്ങനെയുണ്ട് ലാലേട്ടൻ? അടിപൊളി, ഒന്നും പറയാനൊന്നുമില്ല, നല്ല സിനിമയാണ്. ഇപ്പോൾ എല്ലാവരും പറയും പോലെ ഹൈപ്പിനുണ്ട്. ലാഗ് വെച്ചാൽ അങ്ങനെ എനിക്ക് ലാഗ് ഫീൽ ചെയ്യില്ല, പക്ഷേ സൂപ്പർ സിനിമയാണ്. നമ്മൾ ലൂസിഫറിന് ബാക്കിയായിട്ട് കാണാൻ പോവുക. ഇത് ഹോളിവുഡ് സ്റ്റൈലാണ്, അപ്പോൾ ആ രീതിയിൽ സെൻസിൽ പോയാൽ സൂപ്പറായി. ഓക്കെ, ചേട്ടാ ലാലേട്ടൻ എങ്ങനെയുണ്ട്? ലാലേട്ടൻ സൂപ്പർ, ഒരു രക്ഷയില്ല. ലാസ്റ്റ് ഒക്കെ കാണണം, ഭയങ്കര സസ്പെൻസ് ആണ്, കൊള്ളാൻ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ലാലേട്ടനൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. ആ ബ്രോ ഒരു മിനിറ്റ്, ധാരാളം നെഗറ്റീവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബ്രോ നെഗറ്റീവ് കണ്ടു വന്നതാണോ? എല്ലാം കണ്ടിരുന്നു, പക്ഷെ എന്നാലും ഫിലിം കൊള്ളാം. ഓക്കെ, ലാലേട്ടൻ എങ്ങനെയുണ്ട്? ഓക്കെ, ഭയങ്കര ഡീഗ്രേഡിങ് വരുന്നുണ്ടല്ലോ പടത്തിന്, എന്തെങ്കിലും എനിക്കൊന്നും തോന്നുന്നില്ല, നല്ല മേക്കിംഗ് ആയിട്ട്. കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ ഡയലോഗ്സ് ഒന്നും വലിയ എഫക്റ്റ് ഒന്നുമില്ല. സ്ക്രിപ്റ്റ് കുറച്ച് ഇരിക്കുന്നു, പക്ഷേ സ്റ്റോറി ലൈനും എടുത്തിരിക്കുന്ന രീതി, വിഷ്വൽസ് അടിപൊളി, ക്ലൈമാക്സ് അടിപൊളി, മൊത്തത്തിൽ കണ്ടിരിക്കാൻ നല്ല രസം. ബ്രോ റിവ്യൂ കണ്ടിട്ടാണോ വന്നത്?
ഞാൻ 1-2 റിവ്യൂ കണ്ടില്ല, കൂട്ടുകാരന്മാർ പറഞ്ഞു. ചിലവർ ഇച്ചിരി വീക്കാന്ന് പറഞ്ഞു പടം പൊതുവെ. ബ്രോയും കണ്ടിട്ട് അങ്ങനെ തോന്നിയോ? ഇല്ല, എനിക്ക് സ്ക്രിപ്റ്റ് ഇച്ചിരി വീക്ക്, ഡയലോഗ്സ് ഒന്നും വലിയ എഫക്റ്റ് ഇല്ല. പക്ഷെ അത്രത്തിൽ മൊത്തത്തിൽ പടം കണ്ടിരിക്കാൻ സീനുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് പറഞ്ഞ സീനിലൊക്കെ ലൈക്ക് നമുക്ക് നല്ല രോമാഞ്ചം അടിക്കുന്നത്. ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനുള്ളുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസിനേ ഉള്ളൂ. ഇത് OTT ഉണ്ട്, നമുക്ക് ആ എഫക്റ്റ് കിട്ടും തോന്നുന്നില്ല. വിഷ്വൽസും പടത്തിന് അത് നോർത്തിലോട്ട് പോകുമ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ലൈക്ക് അടിച്ച് താഴ്ത്തുന്നുണ്ട് ഓരോ പാർട്ടികളും. നല്ല പടം. ലൈക്ക് കുറച്ച് ഡയലോഗ്സിൻ്റെ കുറവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ ലൂസിഫർ വെച്ച് നോക്കുകയാണെങ്കിൽ ലൂസിഫറിൽ കുറേ നല്ല ഡയലോഗ്സും സംഭവങ്ങളും എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കുറച്ച് കൂടുതലായിരുന്നു. പക്ഷേ ഇവിടെ എമ്പുരാനിൽ വന്ന സമയത്ത് ഡയലോഗ്സിൻ്റെ കുറച്ച് ഇതുണ്ടായിരുന്നു. പിന്നെ സ്റ്റോറി വൈസ് നല്ല സ്റ്റോറിയാണ്. സ്ക്രിപ്റ്റിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കമ്പയർ ടു ലൂസിഫർ. പിന്നെ ഇതൊരു ട്രെയിലർ പടം പോലെയാണ് തോന്നിയത്. ലൂസിഫർ 3ക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രെയിലർ പടം പോലെ ലൂസിഫർ 3ക്ക് നല്ലൊരു എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം ഇത് സിനിമയാണ്. അപ്പോൾ ഈ സിനിമയിനെയും റിയാലിറ്റിനെയും നമ്മൾ വേറെ വേറെ കാണണം. അത് രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കാതിരുന്നാൽ അത്രയും നല്ലത്. നെഗറ്റീവ് റിവ്യൂസ് ഞാൻ ഇന്നലെ തൊട്ട് കേൾക്കുന്നു. ബട്ട് ഐ തിങ്ക് ഇത് ഈ ഡയലോഗ്സിൻ്റെ കുറവ് കാരണമായിരിക്കും. കാരണം അവർ കുറേ ഇൻഡയറക്റ്റ്ലി ആണ് ഈ സിനിമയിൽ കുറേയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഡയലോഗ്സിൻ്റെ കുറവ് നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ ഗ്രഹിച്ചെടുക്കണം. അതിൻ്റെ ഒരു കുറവായിരിക്കും ഈ നെഗറ്റീവ് കമൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് അതർ ദാൻ ദാറ്റ് നമ്മൾ എല്ലാം കൂടെ ഇങ്ങനെ നോക്കിയെടുക്കുവാണെങ്കിൽ നൈസ് മൂവി എല്ലാം മനസ്സിലാവും. ഒരു രക്ഷയില്ല. ലാസ്റ്റ് ക്ലൈമാക്സ് സൂപ്പർ സിനിമ. മോഹൻലാലിന്റെ കിടുക്ക് സിനിമ എന്ന് പറയുമ്പോൾ ഇത് കിടുക്ക് സിനിമ. കുറ്റമൊന്നുമില്ല, ഒരു രക്ഷയില്ല. അത് ബുദ്ധിയില്ലാത്തവന്മാര് പറയണ കേട്ടാ ഒരു സീനും ഇല്ല. കിണ്ണം പടം. അത് തന്നെ എനിക്ക് പറയാം. അത് പറയാം. ബ്രോ നെഗറ്റീവ് റിവ്യൂ കണ്ടിട്ടാണോ വന്ന? ഞാൻ റിവ്യൂ ഒന്നും കണ്ടില്ല. കണ്ടുവന്ന് സിനിമ കണ്ടു, പൊളി സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക്. ഹൈപ്പിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ? ഓക്കെ, കൊള്ളാമോ?